ഓം ശാന്തി. ഡിസിപ്ലിൻ, അച്ചടക്കം എന്ന് കേൾക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഓർമ്മ വരിക കുട്ടിക്കാലത്ത് ടീച്ചർമാർ നമ്മളോട് പറയുന്ന വാക്കായിരിക്കും. ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ഒരാൾ മിണ്ടരുത്, അനങ്ങാതിരിക്കണം. ക്ലാസ് റൂമിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ അച്ചടക്കം മാത്രമാണ് ജീവിതത്തിൻ്റെ അച്ചടക്കം എന്ന് നമ്മൾ വിചാരിച്ചു പോയി. പലപ്പോഴും കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ചു വെച്ചത് അങ്ങനെയാണ്. കുട്ടിക്കാലത്ത് പഠിച്ച പാഠം പഠിച്ചെടുത്തതോ സത്യമോ എന്ന് മനസ്സിലാക്കാൻ പോലും അറിയാതെ അത് തന്നെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ വിചാരിച്ചു പോയി. എന്ന് കരുതി ആ അച്ചടക്കമൊന്നും വേണ്ടാന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നല്ലതാണ്. ഞാൻ എപ്പോഴും എന്നെ പഠിപ്പിച്ച, എൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ പഠിപ്പിച്ച ടീച്ചർമാരെ നന്ദിയോടെ, അതിലുപരി ഒരുപാട് നന്ദിയോടെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയും മനസ്സുകൊണ്ട് ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ കുറച്ചുകൂടെ വലുതാവുമ്പോൾ ഡിസിപ്ലിന് കുറേയും കൂടെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ അർത്ഥം, എൻ്റെ ലൈഫിൽ ഞാനൊരു കാര്യം നിശ്ചയിക്കാൻ വേണ്ടി എൻ്റെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ ആ വഴിയിൽ ഞാൻ യാത്ര ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് ഞാൻ നിശ്ചയിച്ച പാതയിലൂടെ കൃത്യമായി കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അതിനെ പറയും ഡിസിപ്ലിൻ എന്ന് പറയും. അതുകൊണ്ടാണ് പലപ്പോഴും ആലസ്യം വരാതിരിക്കാൻ കുട്ടിക്കാലത്ത് കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ സ്ഥലങ്ങളിൽ വെച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉപബോധ മനസ്സിലേക്ക് ശരിയായ സമയത്ത് ശരിയായ കാര്യം ചെയ്യൂ എന്നൊരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ടീച്ചർമാരും മാതാപിതാക്കളൊക്കെ ശ്രമിച്ചത്. കുറേയും കൂടെ വലുതായപ്പോൾ അതിൻ്റെ ആഴത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ ഈസി ആയിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ അർത്ഥം, എൻ്റെ ലൈഫിൻ്റെ എയിം ഇന്നതാണ് എന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ കാര്യത്തിന് ശരിയായി ചെയ്യാൻ വേണ്ടതായിരിക്കുന്ന ഡെയിലി റൂട്ടീൻ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. ആ സെറ്റ് ചെയ്ത റൂട്ടീൻ പ്രകാരം എനിക്ക് മുന്നോട്ട് പോകാനും പറ്റണം. അത് കൃത്യമായിട്ട് റൂട്ടീൻ പ്രകാരം മുന്നോട്ട് പോകുന്ന ഒരാൾ ജയിക്കും എന്നതിൽ യാതൊരു സംശയമില്ല താനും. അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി 3 ടിപ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ഒന്നാമത്തെ, നമ്മുടെ ലൈഫിൽ ഒരു കാര്യം ഇന്ന് എൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു ചെറിയ കാര്യം നമ്മൾ തുടങ്ങാനായിട്ട് ആരംഭിക്കണം. ഒരു വീഡിയോ കണ്ടു കഴിയുന്ന സമയത്ത്, ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് മോട്ടിവേഷൻ കിട്ടി, മോട്ടിവേഷൻ ഒരു ഫീലിംഗ് പാർട്ടാണ് നമ്മുടെ. എനിക്കത് ചെയ്തേ പറ്റുന്നൊരു ഊർജ്ജം അനുഭവിക്കുന്ന സമയമാണ്. ആ സമയത്ത് വലിയ വലിയ ഡിസിഷൻസ് എടുക്കുകയും അതെല്ലാം ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കുകയും കുറച്ച് കഴിയുമ്പോൾ ആ ഊർജ്ജം അല്ലെങ്കിൽ ഫീലിംഗ് കുറയുമ്പോൾ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നൊന്ന് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് ഞാൻ കാണാറുണ്ട്. പലരും എൻ്റെ അടുത്ത് വീഡിയോയിൽ ചോദിക്കാറുണ്ട്, സിസ്റ്റർ ഒരു കാര്യം പറയുമ്പോൾ ചെയ്യണം എന്ന ആ നിമിഷം ചെയ്യണം തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോവുകയും ചെയ്യും, എന്തുകൊണ്ടാണ് എന്ന്. ആ സമയത്ത് ഊർജ്ജം നിങ്ങൾക്ക് നിറയ്ക്കുക എന്നുള്ളതായിട്ട് ഉത്തരവാദിത്വം വീഡിയോ ചെയ്തു. അതനുസരിച്ച് സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്നുള്ളതായിരിക്കുന്ന സെക്കൻഡ് സ്റ്റെപ്പ് അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ആ നിമിഷം ഉണ്ടാകുമ്പോഴാണ് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. അതുകൊണ്ട് ഒന്നാമത്തെ ആ സ്റ്റെപ്പ് ചെയ്യേണ്ടത് സ്റ്റാർട്ട് സ്മോൾ എന്നാണ്. നാളെ മുതൽ എനിക്ക് 3 മണിക്ക് എഴുന്നേൽക്കണം എന്ന് ഇന്ന് 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ വിചാരിച്ചാൽ ഒരു പക്ഷേ പറ്റിക്കൊള്ളണമെന്നില്ല. ആദ്യം ഒരു അരമണിക്കൂർ, 5:30 എഴുന്നേൽക്കുക, പിന്നെ 5 മണിക്ക് എഴുന്നേൽക്കുക, പതുക്കെ 3 മണിക്ക് എഴുന്നേൽക്കാനും ഒറ്റയടിക്ക് 3 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ റിസ്ക് ആയിരിക്കും. 15 മിനിറ്റ്സ് 30 മിനിറ്റ്സ് കൂട്ടി അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ മണിക്കൂറുകളോളം നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ വായിക്കാൻ തുടങ്ങണം എന്ന ഇൻട്രസ്റ്റോട് കൂടി ഇന്ന് ഈ ബുക്ക് മുഴുവൻ വായിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പറ്റില്ല. 2 പേജ് 10 പേജ് അങ്ങനെ കൂട്ടി വളരെ വേഗത്തിൽ വായിക്കുന്ന സ്വഭാവം കൊണ്ടുവന്നുകൊണ്ട് എത്ര വേണമെങ്കിൽ വായിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ചെറുതായി തുടങ്ങി നിരന്തരമായി ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ സംസ്കാരമായിട്ട് മാറും. അത് നമ്മളിലേക്ക് ഒരു ശക്തി പകരാൻ തുടങ്ങും. സ്വയം നമ്മളെ തന്നെ ആ ഡിസിപ്ലിൻ്റെ ഉള്ളിൽ ബന്ധിപ്പിച്ച് കൊണ്ടുപോകാൻ തുടങ്ങും. അതൊരു സുഖമായിട്ട് മാറും നമുക്ക്. അതുകൊണ്ട് വലുതായി തുടങ്ങരുത്. എന്തെങ്കിലും വായിച്ചു, എന്തെങ്കിലും കേട്ടു എന്ന് കരുതി ഒറ്റയടിക്ക് തന്നെ വലിയ ടാസ്ക് എടുക്കാൻ നോക്കരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെറിയ തുടക്കം ചെയ്യൂ. ആ ചെറിയ തുടക്കം എന്നും ചെയ്യും, നിരന്തരമായി ചെയ്യും എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നേറൂ. അത് നിങ്ങളെ വലിയ വലിയ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. രണ്ടാമത്തെ ഒരു കൊച്ചു കാര്യം പറഞ്ഞു തരട്ടെ. എല്ലാവർക്കും ഇന്നത്തെ ലോകത്ത് ഏറ്റവും പ്രയാസമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ള നല്ലൊരു സ്റ്റെപ്പ് കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ പറയാറില്ലേ, വെൽ ബിഗൻ ഹാഫ് ഡൺ. പ്രഭാതം നന്നായിട്ട് ആരംഭിച്ച് ഊർജ്ജസ്വലമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അന്നത്തെ ദിവസത്തിൽ വളരെ പ്രൊഡക്റ്റീവായിക്കൊണ്ട് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രഭാതത്തിലെ സമയത്തിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ഇനി ഈവൻ നിങ്ങൾ എഴുന്നേൽക്കുന്ന ഇപ്പോൾ 7 മണിക്കാണെങ്കിൽ 6:30 6 മണിക്കാക്കുക. കുറച്ച്
കുറച്ച് കയറിക്കൊണ്ട് ആ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് മിനിമം ഒരു 4 o'clock എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് പഠിച്ച് എക്സസൈസ് ചെയ്ത് ആ ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയ ജീവിതത്തിൽ വലിയൊരു സക്സസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ വെച്ച് കഴിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, പ്രഭാതത്തിൽ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുകയും പഠിക്കുകയും എക്സസൈസ് ചെയ്യുകയും അവനവന് വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ ആ സമയം എന്ന് പറയുന്നത് ദ ഗോൾഡൻ മൊമെൻറ്റ്സ് ഓഫ് ദ ഡേ ആണ്. ആ ഗോൾഡൻ മൊമെൻറ്റ്സിൽ നമുക്ക് വേണ്ടി സ്വയം അവനവനെ ശക്തിപ്പെടുത്താൻ സമയം സ്പെൻഡ് ചെയ്യുന്നവർ അവർ ഗോൾഡൻ ഐഡിയാസുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് തന്നെ. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് ലൈൻ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഞാൻ ചെയ്തിരിക്കും എന്ന് ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യം ഞാൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷന് വേണ്ടി ഏതിനു വേണ്ടിയിട്ടാണെങ്കിലും ഇത് ഞാൻ ചെയ്യും എന്ന് നമ്മുടെ ടു ഡു ലിസ്റ്റിൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെ സാഹചര്യങ്ങൾ പോയാലും കാരണം പറഞ്ഞ് ഒഴിവാക്കാതെ അത് ചെയ്തേ തീരൂ എന്നതായിട്ടുള്ള വാശിയോടെ അത് ചെയ്ത് തീർക്കാനുള്ളതായിരിക്കുന്ന ഒരു സ്വഭാവം കൊണ്ടുവരണം. അത് ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ കാര്യത്തിന് ഇന്ന കാരണം കൊണ്ട് പറ്റില്ല, പോട്ടെ നാളത്തേക്കാക്കാം, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ, ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ഈ രീതിയിൽ തോട്ട്സ് കൊണ്ടുവരുമ്പോൾ എന്തൊരു കാര്യത്തിനും മാറ്റി വെക്കുക എന്നുള്ളതായിട്ടുള്ള മനുഷ്യൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ രോഗമാണ് പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റിവെക്കൽ, ഇന്ന് വേണ്ട നാളെ എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും സംസ്കാരത്തിലേക്ക് മാറും. എന്തിനും കാരണം കണ്ടെത്തി മാറ്റിവെക്കുക എന്നുള്ള സ്വഭാവമാവുകയും ചെയ്യും. അത് നിങ്ങളെ വിജയത്തിലേക്കല്ല, നേരെ പരാജയത്തിലേക്കാണ് കൊണ്ടുപോവുക. അതുകൊണ്ട് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയാൽ എന്ത് തന്നെയാണെങ്കിലും അത് ചെയ്ത് തീർക്കണം. അതിലും ഇനി വിട്ടുവീഴ്ച ചെയ്യാവുന്നതും ചെയ്യാത്തതുമായിരിക്കുന്ന കാര്യങ്ങൾ ചിലത് ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്തേ തീരൂ എന്ന് നിങ്ങൾ നിശ്ചയിച്ച കാര്യമാണെങ്കിൽ ഒരു കാരണവശാലും മുടക്കാതെ അതിന് നിരന്തരമായി ചെയ്യൂ. 15 minutes മെഡിറ്റേഷൻ, മിനിമം 15 minutes ഒരു മെഡിറ്റേഷൻ ലൈഫിൽ വേണം നിശ്ചയിച്ചാൽ ആ 15 minutes മെഡിറ്റേഷൻ എന്ത് തന്നെയാണെങ്കിലും ഇനി അത്ര വൈകിട്ടാണെങ്കിൽ ഉറങ്ങും മുന്നേ അത് ചെയ്തിട്ടേ ഉറങ്ങൂ. ഇങ്ങനെ നല്ല നമ്മളെ എനർജറ്റിക് ആക്കുന്നതായിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ നമ്മുടെ ഹാർഡ് ലൈനിൽ കൊണ്ടുവരും. ഒരിക്കലും മുടങ്ങാതെ നിരന്തരമായിട്ട് അത് ചെയ്യുകയും ചെയ്യൂ. എങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ ഏത് കാര്യവും എടുത്ത ലക്ഷ്യം അതിലെത്തിച്ചിരിക്കുന്നതായിരിക്കുന്ന ഒരു എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങൾ ആഗ്രഹിക്കാത്ത ലക്ഷ്യത്തിലേക്ക് പോലും, അത്രയും ഹൈറ്റ്സിലേക്ക് പോലും കൊണ്ടെത്തിക്കും. അങ്ങനെ ഡിസിപ്ലിൻ അഥവാ അച്ചടക്കത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ എത്രയോ ഉയരത്തിൽ നിങ്ങൾ എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ. മോർ ഡിസിപ്ലിൻഡ് ആയിക്കൊണ്ട് കൂടുതൽ അച്ചടക്കത്തോടുകൂടി വിജയത്തിലേക്ക് കുതിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.